ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മുടെ തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറഞ്ഞ സീരീസിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. കുറേ ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ എല്ലാ ചാപ്റ്ററിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമോ, അത് നമ്മുടെ തിങ്കിങ് ലെവലിനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ തിങ്ക് ഡിഫറൻറ്റ്, ഫിസിക്സ് ദ ലോജിക്കൽ വേ, സെയിം ക്വസ്റ്റ്യൻ സെയിം സിലബസ്, ഡിഫറൻറ്റ് വേ ഓഫ് തിങ്കിങ്. നമ്മളെങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ച് ബോറടിച്ചിരിക്കുമ്പോഴൊക്കെയാണ് ഈ വീഡിയോ കാണേണ്ടത്. ഇതൊരു അക്കാദമിക് വീഡിയോ മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നന്നായി മൗൾഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. സോ ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൾട്ടർനേറ്റീവ് ലോജിക്കൽ തിങ്കിങ്, ബ്യൂട്ടിഫുൾ ഫിസിക്സ് ഐഡിയ, നോ ഷോർട്ട് കട്ട്. ഞാൻ പറയുന്നു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് അപമാനിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ ഫോർമുല ഡംപിങ്, ഫോർമുലകൾ കുറേ കാണാൻ പഠിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉള്ള പരിപാടിയല്ല നമ്മളിവിടെ എടുക്കുന്നത്. ഇത് പ്യുവർലി ഫിസിക്സ് നന്നായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള കുറച്ച് പരിപാടികളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ജനറൽ ഫോമിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഫോർമാറ്റിൽ വരുന്ന കുറേ പെർസെൻറ്റേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം പല ക്വസ്റ്റ്യൻസും കാണുമ്പോൾ ആൻസർ പറയാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചു തരാമെന്നല്ല ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. പ്രീവിയസ് ആയിട്ട് ജെയ്ക്ക് വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മൊമെന്റം ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് ഇൻക്രീസ്ഡ് ടു 50% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ, ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ കൈനറ്റിക് എനർജി. 50% മൊമെന്റം കൂടി, കൈനറ്റിക് എനർജി എത്ര കൂടും? നമ്മൾ പറഞ്ഞിരുന്നു ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചെല്ലാം കാര്യങ്ങൾ അറിയുന്ന കുട്ടികളെയാണ്, അവരോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ജനറൽ ഇക്വേഷനാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൊമെന്റത്തിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്. K is equal to P square divided by 2m. റൊട്ടേഷനിൽ ഇതിന് സമാനമായ ഇക്വേഷൻ ഉണ്ട്, L square divided by 2I. മാസിന് അവിടെ മൊമെന്റം ഓഫ് ഇനേഷ്യം, ലീനിയർ മൊമെന്റത്തിന് ആംഗുലർ മൊമെന്റും ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ പിന്നെ ജനറലി നമ്മൾ പറയുന്ന വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ഫോമിലുള്ള ഇക്വേഷനാണ്. K പ്രൊപ്പോർഷണൽ ടു P സ്ക്വയർ ആണ് ഇവിടെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും എനിക്ക് കാണുമ്പോൾ എനിക്കിതിന് ആൻസർ പറയാൻ പറ്റുന്നുണ്ട് 125%. സാറല്ലേ ക്വസ്റ്റ്യൻ കട്ട് ചെയ്തത്, സാറല്ലേ സ്ലൈഡ് ആക്കിയത്, അപ്പോൾ സാറിന് ഉത്തരം അറിയില്ലേ? അങ്ങനെയല്ല. നേരെ മറിച്ച് വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ താഴേക്കുള്ള ഒരുപാട് ബേസിക് തിയറികൾ എനിക്കറിയാം. നിങ്ങൾ യൂണിറ്റ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ എറേഴ്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ വെച്ച് വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 125 ആണെന്ന് പറയാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഇത്തിരി ലെങ്ത് ഉണ്ടാവും, കാരണം ഞാൻ ഇത് എങ്ങനെയാണ് ജനറലി എല്ലാവരും ചെയ്യാമെന്ന് കാണിക്കാം. ഒരു ജനറൽ കോമൺ സെൻസിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എങ്ങനെയാണ്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ P square by 2m. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ P സ്ക്വയറിന് പകരം 1.5 P square divided by 2m ആണ് വരിക. 1.5 Pൻ്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? P ആണ് 1.5 P ആയത്. 50% അല്ലേ കൂടിയേ? 50% കൂടിയ 1P 1.5 P ആയി. ഇപ്പം നിങ്ങൾ നോക്ക്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്, ഇത് ഫൈനൽ കൈനറ്റിക് എനർജി ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണുമ്പോൾ എന്താ കിട്ടുക? P square by 2m കോമൺ ആണ്, അതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. പിന്നെ ഉള്ളത് 1.5ൻ്റെ സ്ക്വയർ, 15ൻ്റെ സ്ക്വയർ 225, അപ്പോൾ 2.25. 2.25 ഇവിടുത്തെ ഒരു 1 ഉണ്ട്, ഇവിടെ 1 P square ആണ്. അപ്പോൾ ആൻസർ 1.25 എന്നാണ് കിട്ടുക അല്ലേ? 2.25 1 കുറച്ച് 1.25 കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കി, ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എന്താണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ P square divided by 2m into 1.25 ആണ് ചേഞ്ച് ബൈ ഇനീഷ്യൽ. ആരാ? P square by 2m. അപ്പോൾ P square by 2m വെട്ടിപ്പോയി. അപ്പം ഫ്രാക്ഷണൽ ചേഞ്ച് 1.25 എന്ന് കിട്ടി. അപ്പോൾ എന്താ പെർസെൻറ്റേജ് ചേഞ്ച്? 1.25 ഇൻറ്റു, അഥവാ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻറ്റു 100. അങ്ങനെയാണല്ലോ പെർസെൻറ്റേജിലേക്ക് വരാറ്. അപ്പോൾ ആൻസർ 125 എന്ന് കിട്ടും. ഇത്രയും സമയമെടുത്ത് ചെയ്യേണ്ടെന്ന ഈ ഒരു ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. പക്ഷെ ആ കാര്യം വിശദീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ആ കാര്യം വിശദീകരിക്കാൻ നല്ല സമയമെടുക്കും. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ചില ആൾക്കാർ ഈ വിശദീകരണത്തിനിടയ്ക്ക്, ഞാൻ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇത് പറയാറുണ്ട്, അപ്പോൾ ചില ആൾക്കാർ വിശദീകരണത്തിനിടയ്ക്ക് പറയും ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്താൽ പോരെ, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് ചില കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ ആ വിശദീകരണം കേൾക്കാനും ഫിസിക്സിനെ ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തവരാണ് അത് പകുതി വഴിക്ക് വെച്ച് അവസാനിപ്പിച്ച് പോവുക. അപ്പോൾ നിങ്ങൾ എന്നെ മുഴുവനായിട്ട് കേട്ടിരിക്കും ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ നോക്കേ, ഓക്കെ. അപ്പോൾ അതായത് നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലുള്ളത്? വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ഫോർമാറ്റിലുള്ളത്. ഇതിൻ്റെ എറർ ഫോർമുല എന്താ? എറർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വൈ. അത് കാണാൻ എന്താ ചെയ്യുക? അത് കാണാൻ ചെയ്യുക 2 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 എന്നാണ് ചെയ്യുക അല്ലേ? പവർ റൂള് നിങ്ങൾക്കറിയാലോ, എക്സിൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 എന്നാണ് വരിക. അപ്പോൾ ഇതിലിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നെങ്കിൽ തെറ്റിപ്പോകും. കാരണം
നമ്മളുടെ എക്സ് വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയറിൽ ഇപ്പോൾ പറഞ്ഞത് പ്രകാരം കെ പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ ആണല്ലോ. അപ്പോൾ മൊമെൻ്റ് 50% കൂടുന്നത്. അപ്പോൾ എക്സിലെ ചേഞ്ച് 50% ഇൻറ്റു 2 ചെയ്താൽ 100% എന്നാണ് ആൻസർ കിട്ടുക. നമ്മൾ നേരത്തെ ആൻസർ വൃത്തിക്ക് ചെയ്തല്ലോ 125 ആണെന്ന്. അപ്പോൾ ഈ 100% എന്നുള്ളതിൽ നിന്ന് ഇത് തെറ്റായ ഉത്തരമാണ്. എറർ ഫോർമുല തെറ്റാണ്. 10%ൻ്റെ താഴെയുള്ള എറർ ഫോർമുലയിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലേക്ക് ചെയ്താൽ തെറ്റിപ്പോവും. ഇതന്നെ കറക്റ്റ് എക്സാമ്പിളാണ്. മര്യാദയ്ക്കുള്ള വഴി ചെയ്തപ്പോൾ എനിക്ക് വൈയിലെ ചേഞ്ച് കിട്ടിയത് 125 ആയിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? വൈൻ്റെ സ്ഥാനത്ത് ആരാ? കെ. എക്സിൻ്റെ സ്ഥാനത്ത് ആരാ? പി. അപ്പോൾ കെ പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ. ഞാൻ പറയുന്നത് ഇതിന് ആൻസർ 125 കിട്ടേണ്ടിരുന്നത്. പക്ഷേ എറർ ഫോർമുല വെച്ച് 100 കിട്ടിയത്. ഓക്കെ, എറർ ഫോർമുല വെച്ച് 100 കിട്ടിയത്. അപ്പം ഞാനിത് കുറച്ചും കൂടിയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ വരയ്ക്കാൻ പോകുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ വരച്ച് നോക്കാം. ആ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ടേബിളിൻ്റെ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എക്സ്, സെക്കൻഡ് വൺ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വൈ, അതും അപ്രോക്സിമേറ്റ്. അടുത്തത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വൈ, അത് ആക്ച്വൽ. അടുത്തത് പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ വൈ, അത് ആക്ച്വൽ. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ എറർ ഫോർമുലയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. എറർ ഫോർമുല നമുക്കറിയാലോ. ഇപ്പോൾ എക്സ് 1% ആണ് മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ വൈ എത്ര മാറും? എറർ വെച്ച് 2% മാറും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു 100 അല്ലേ? ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഇൻറ്റു 2 ആണ്. കാരണം വൈ പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണ്. ആ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എറർ ഫോർമുല വെച്ച്. പക്ഷെ യഥാർത്ഥത്തിൽ ആൻസർ ചെയ്ത് നോക്കിയാൽ 2 അല്ല കിട്ടുക. നമുക്കറിയാം 2.01 ആണ് കിട്ടുന്നത്. ഞാൻ ചെയ്ത് നോക്കി, ഇങ്ങനെ ഓരോ വാല്യൂസ് എടുത്ത് ചെയ്ത് നോക്കി. നേരത്തെ ഇപ്പോൾ 50%ൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചില്ലേ? അതേപോലെ ചെയ്തപ്പോൾ പിന്നെ ഇവിടെ കിട്ടുന്ന ആൻസർ ഡിഫറൻറ്റാ. മനസ്സിലായോ? അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അത് കുഞ്ഞു ഡിഫറൻസ് അല്ലേ 0.01. അതുപോലെ ഞാൻ 2 ചെയ്ത് നോക്കി. 2% എക്സ് ചേഞ്ച് ചെയ്തു, വൈ 4% ചേഞ്ച് ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ 4.04 ആണ് പിന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുന്നത്. ഐ മീൻ യഥാർത്ഥത്തിലുള്ള ആൻസർ അത്രയാണ് കിട്ടുന്നത്, 4.04 ആണ് കിട്ടുന്നത്. 3% എക്സ് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 6 ആണ്, ഡബിൾ. പക്ഷെ ശരിക്ക് മര്യാദക്ക് ഇനീഷ്യലും ഫൈനലൊക്കെ കണ്ട് ചേഞ്ച് കണ്ട് ബൈ ഇനീഷ്യൽ ചെയ്ത് ഫ്രാക്ഷണൽ കണ്ട് ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജ് കണ്ടാൽ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 6.09 ആണ്. അടുത്തത് 4, അപ്പോൾ 8 ആണ് എക്സ്പെക്റ്റഡ്. പക്ഷെ ശരിക്കും ചെയ്ത് നോക്കിയപ്പോൾ 8.16 ആണ് കിട്ടുന്നത്. 5 എക്സ്പെക്റ്റഡ് 10 ആണ്. ശരിക്കും ചെയ്ത് നോക്കിയപ്പോൾ 10.25 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്കൽ റീസണിങ് തലയിൽ കയറിയ ഒരാൾക്ക് ഇനി പറയാൻ പറ്റും 10% എക്സ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ വൈ ചേഞ്ച് ചെയ്യുന്ന പെർസെൻറ്റേജ് എറർ ഫോർമുല പ്രകാരം 20. പക്ഷെ യഥാർത്ഥത്തിലുള്ളത് ചെയ്ത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. കാരണം ആ ഒരു ഓർഡർ കത്തിയ ഒരാൾക്ക് പറയാം എത്ര കിട്ടുക 21 ആണ് കിട്ടുക. 21 ആണ് കിട്ടുക. എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? അതിനി വിശദീകരിക്കേണ്ടി വരുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുണ്ടാവുക. ഇനി ഭയങ്കര ലോക്കലായിട്ട് പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റിയിട്ട് സ്ക്വയർ എടുത്ത് ഇവിടെ ആഡ് ചെയ്താൽ മതി. അത് പിന്നെ ഷോർട്ട് കട്ടായി. നമ്മളിത് ഷോർട്ട് കട്ട് പഠിപ്പിക്കലല്ലോ. അതായത് 10ൻ്റെ ഒരു പോയിന്റ് മാറ്റി 1ൻ്റെ സ്ക്വയർ 1 തന്നെ, അത് ഈ 20ലേക്ക് ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. പക്ഷേ ഈ ഒരു ലോജിക്കൽ റീസണിങ് വഴികൾ പറഞ്ഞു നോക്കൂ. 20% എക്സ് ചേഞ്ച് ചെയ്തു, എക്സ്പെക്റ്റഡ് 40 ആണ്. പക്ഷെ യഥാർത്ഥം ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും 44 കിട്ടുക. 20ന്ന് 0 കളയുക, 2ൻ്റെ സ്ക്വയർ 40ലേക്ക് ആഡ് ചെയ്യുക, അപ്പോൾ 44 കിട്ടും. ഈസി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നമ്മളെ ക്വസ്റ്റ്യൻ 50% ആയിരുന്നു. എനിക്ക് എങ്ങനെയാണ് 125 മനസ്സിലായത്? നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? എങ്ങനെയാണ് മനസ്സിലായത്? എറർ ഫോർമുല വെച്ച് എനിക്ക് 100 കിട്ടും. പക്ഷേ ഒരു റിലേഷൻ ഞാൻ ലോജിക്കലി കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ട് 0 കട്ട് ചെയ്ത് 5ൻ്റെ സ്ക്വയർ എടുത്താൽ അത് 100ക്ക് ആഡ് ചെയ്താൽ 125 ആയിരിക്കും കിട്ടുക. ഇത് ഡിക്രീസ് ആണ്. ഡിക്രീസ് എങ്ങനെ കിട്ടുക വെച്ചാൽ നേരെ അത് കുറച്ചാൽ മതിയാവും. ഉദാഹരണത്തിന് ഇവിടെ 125 അല്ലേ കിട്ടിയത്, അത് 25 കൂട്ടിയല്ലേ, 5ൻ്റെ സ്ക്വയർ ആയ 25 100 കൂട്ടിയല്ലേ. ഈ 5 എവിടുന്നാണ് വന്നത്? ലോജിക്കിൽ നിന്നാണ് വന്നത്. 5ൻ്റെ സ്ക്വയർ 100 കൂട്ടിയതാണ് 125, കുറച്ചാൽ കിട്ടുന്നതായിരിക്കും 75. ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അതാ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റും
കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് പറയുന്നതിൽ പി സ്ക്വയർ അപ്പോൾ y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ഫോർമാറ്റ് ആണ്. എക്സ് ഇതാ പി അത് 50% കൂടി. അപ്പോൾ y എത്ര കൂടുന്ന ചോദ്യം. 50% എന്ന് പറയുമ്പോൾ എറർ ഫോർമുല പ്രകാരം 100 കിട്ടും. പ്ലസ് 50യിൽ നിന്ന് ആ 0 കളഞ്ഞ് 5ന്റെ സ്ക്വയർ ആയ 25 ഇവിടെ കൂട്ടുമ്പോഴാണ് 125. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഷോർട്ട് കട്ട് പഠിപ്പിച്ചിരിക്കുന്നത് പറയുമോ. നോ ഷോർട്ട് കട്ട് അല്ല. എറർ ഫോർമുല പ്രകാരം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചൊരു ടേബിൾ കുക്ക് ചെയ്തപ്പോൾ y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ഫോർമാറ്റിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു ആസ്പെക്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഉദാഹരണത്തിന് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 r സ്ക്വയറിൽ രണ്ട് ചാർജുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ Q1 ഈക്വൽ ടു Q2 ആണ്. 1/4πε0 കോൺസ്റ്റന്റ് ആണ്, r സ്ക്വയറും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ എഫ് പ്രപ്പോർഷണൽ ടു Q1 ഉം Q2 ഉം കൂടെ Q എന്ന് കൊടുക്കാമെങ്കിൽ എഫ് പ്രപ്പോർഷണൽ ടു Q സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാ? y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ഫോർമാറ്റിലാ. ചാർജ് 80% കൂട്ടി എന്ന് പറയാൻ വിചാരിച്ചോ. ചാർജ് 80% ചാർജ് കൂട്ടി എന്ന് വിചാരിച്ചോ. 80% ചാർജ് ഇൻക്രീസ് ചെയ്തു. ഫോഴ്സ് അവർക്കിടയിലുള്ള ഫോഴ്സ് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും ഒന്നും നോക്കാനില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് കണ്ടുപിടിച്ച് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. നേരെ മറിച്ച് നമ്മുടെ ടേബിളിൻ്റെ ഐഡിയ തലയിൽ കയറി ഒരു കുട്ടിക്ക് പറയാൻ പറ്റും 160 + 64 ആയിരിക്കും ആൻസർ അല്ലേ. അത് ചെയ്ത് നോക്കിയാൽ മതി. 160 + 64 ആയിരിക്കും ആൻസർ. 80ൻ്റെ ഇരട്ടി 160. അതിലേക്ക് 8ൻ്റെ സ്ക്വയർ കൂട്ടുക. അത് ഷോർട്ട് കട്ടല്ല. നമ്മൾ എറർ ഫോർമുലിനെ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് അവതരിപ്പിച്ച തിങ്ക് ഡിഫറൻറ്റ് സീരീസിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ട ഒരു ഐഡിയ ആണ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇതുപോലത്തെ മോർ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഏത് പാർട്ടിൽ നിന്നാണ് വേണ്ടത്. റേ ഒപ്റ്റിക്സിലും അതുപോലെ മെക്കാനിക്സിൻ്റെ പല ഭാഗങ്ങളിലും തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ ഇങ്ങനത്തെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊരു പുറത്ത് പെയിൻ്റ് അടിക്കുന്ന പോലെയാണ്. അകമൊക്കെ വൃത്തിയാക്കിയതിന് വേണം ശേഷം പെയിൻ്റ് അടിക്കാൻ. അല്ലാണ്ട് നേരിട്ട് ഇത് കണ്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോൺഫിഡൻറ്റോടെ നീറ്റിനെ അപ്രോച്ച് ചെയ്യുക.